RCB കപ്പടിച്ചേ. ഈ സാല കപ്പ് നംതു 18 വർഷമായടാ ബെൻസേ, 18 വർഷം ഒരു കപ്പിന് വേണ്ടി കാത്തിരിക്കണ്. ഇപ്പോഴാണ് കപ്പ് കിട്ടിയത്. എന്നെ കളിയാക്കിയവന്മാരെ മുമ്പേ പോയി എനിക്ക് നെളിഞ്ഞു നിക്കണം. എവിടെ കൊട്ടാരക്കര ബസ് എവിടെ? യാത്രക്കാരുടെ ശ്രദ്ധിക്കാൻ പറഞ്ഞു. സാറേ മനസ്സിലായില്ല. അതല്ലേ ആദ്യം ശ്രദ്ധിക്കാൻ പറഞ്ഞത്. എന്റെ തെറ്റാ, ഞാൻ ശ്രദ്ധിച്ചില്ല. അതാണ് എന്റെ തെറ്റാ, അല്ലാതെ ഒന്നുമല്ല. 15 രൂപ KSRTC ടോയ്ലറ്റിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാര്യവും ഞാൻ അകത്ത് ചെയ്തിട്ടുണ്ട്. എനിക്ക് നിന്റെ 5 രൂപ വേണ്ട. എടാ 5 രൂപ വേണ്ടെന്ന് പറഞ്ഞാ വേണ്ട. എടാ ഇനി നീ 5ന്റെ കണക്കം പറഞ്ഞുകൊണ്ട് എന്റെ അടുത്ത് വന്നാ നിന്റെ 2 വിരൽ ഞാൻ മുറിച്ചളയും. പിന്നെ നീ ടോയ്ലറ്റിൽ ജോലി ചെയ്യൂല. നീ സാറേ അതങ്ങനെ 2 വിരലും മുറിച്ചു കഴിഞ്ഞാൽ ജോലി ചെയ്യാൻ പറ്റാത്ത? ടോയ്ലറ്റിൽ പൈസ വാങ്ങിക്കണവർ 2 വിരലുണ്ടല്ലേ ജോലി ചെയ്യുന്നത്. അതങ്ങനെ ഒരു വിരലുകൊണ്ട് പൈസ വാങ്ങിക്കും, ഒരു വിരലുകൊണ്ട് ബാക്കി കൊടുക്കും. ഒരു വിരലുകൊണ്ട് പൈസ വാങ്ങിക്കും, ഒരു വിരലുകൊണ്ട് ബാക്കി കൊടുക്കും. ഇതല്ലേ അവന്റെ ജോലി. ഇങ്ങനെ 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 സംഭവം പ്രശ്നം എന്ന് പറഞ്ഞാ ഈ ടോയ്ലറ്റിൽ നടക്കുന്ന എന്താണെന്ന് അറിയാമോ? ഈ ടോയ്ലറ്റിലല്ല, ലോകത്തുള്ള എല്ലാ ടോയ്ലറ്റിലും നടക്കുന്നത് ഒന്നി തന്നെ. അയ്യോ അതല്ല. പിന്നെ അതെ, 1-ന് പോകുന്നതിന് 5 രൂപ, 2-ന് പോകുന്നതിന് 10 രൂപ. ആയിക്കോട്ടെ. അവന് 15 രൂപ കൊടുത്തിട്ട് 2-ന് പോയി. സാറൊരു മണ്ടൻ തന്നെ. സാറ് 2-നല്ലേ പോയത്, അപ്പൊ 10 രൂപ കൊടുത്താ പോരെ? 2-ന് പോകുമ്പോ സ്വാഭാവികമായിട്ട് ഒന്നും കൂടെ പോകൂലേ. അതുകൊണ്ടാണ് ഞാൻ 15 കൊടുത്തത്. സാറേ ഈ 2-ന്റെ കൂടെ 1 പോയത് സാറല്ലേ അറിഞ്ഞോളൂ. പിന്നെ എന്തിനാ 5 രൂപ കൊടുക്കണം? എന്റെ മൂത്രത്തിന് അങ്ങനെ ഒരുത്തന്റെ ഔദാര്യം വേണ്ട. അത് ഞാൻ കൊടുത്തവന്. എന്റെ അടുത്താണ് കളി. പക്ഷെ എന്നെ അറിയാറുന്നെങ്കിൽ ഇവ എന്റെ അടുത്ത് ഈ സംസാരം സംസാരിക്കൂല. സാർ ആരാണ് മനസ്സിലായില്ല. വിരൂപൻ. സ്വന്തമായിട്ട് വിരൂപൻ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാൾ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അതല്ല, പിന്നെ നിരൂപകൻ എന്ന് വെച്ചാ ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ കയറി സംസാരിക്കൂലേ. എനിക്ക് മനസ്സിലായില്ല. ഉദാഹരണത്തിന് കുട്ടിയെങ്കിൽ. അതെ, പിന്നെ എഴുത്തുകാരനുമാണ്, സാഹിത്യകാരനുമാണ്. സാഹിത്യകാരനാണ്. കണ്ണ് കണ്ടുകൂടാത്ത അപ്പൂപ്പൻ വായിച്ചിട്ടുണ്ടോ? കണ്ണ് കണ്ടുകൂടാത്ത അപ്പൂപ്പനൊക്കെ എങ്ങനെയാണ് വായിക്കുന്നത്? നമ്മൾ വായിച്ചു കൊടുക്കണം. എന്റെ പുസ്തകമാണ് കണ്ണ് കണ്ടുകൂടാത്ത അപ്പൂപ്പൻ. അത് വായിച്ചിട്ടുണ്ടോ? ഇല്ല, വായിച്ചിട്ടില്ല. ഞാനും വായിച്ചിട്ടില്ല. അതെന്ത്? അപ്പൂപ്പന്റെ പുസ്തകം എടുത്ത അമ്മ വഴക്കുറയും. കുഴപ്പമില്ല. സാറ് വേറെ കൃതികളൊന്നും എഴുതിയിട്ടില്ലേ? ചവറ്റുകൂട്ടാ. സാറേ സാറിന്റെ പുസ്തകത്ത് എറിയണ സ്ഥലമല്ല, പുസ്തകത്തിന്റെ പേര്. എറിയണ സ്ഥലമല്ല, എന്റെ കൃതിയുടെ പേരാണ് ചവറ്റുകൂട്ട. വായിക്കാത്ത പുസ്തകം. അപ്പൊ പല്ലും നാക്കൊന്നും ഇല്ലേ? വായിക്കാത്ത പുസ്തകം. വായിക്കാത്ത പുസ്തകമൊന്നല്ല, പിന്നെ വായിക്കാത്ത പുസ്തകം. വായിക്കാത്ത പുസ്തകം പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവരാരും വാങ്ങിച്ചില്ല. അതുകൊണ്ട് ഞാനൊരു പേരിട്ട് വായിക്കാത്ത പുസ്തകം. ഈ മനസ്സിലായില്ല നിങ്ങളെ? ഇത് കണ്ടിട്ട് മനസ്സിലായില്ലേ? മോന്റെ ടീഷർട്ടാണെന്ന് മനസ്സിലായി. അതല്ല, ഇതാണ് ജേഴ്സി. അതൊരു പശു അല്ലേ? പശു ജേഴ്സി. ഇത് ജേഴ്സി. രണ്ടും ഒന്ന് തന്നെ. രണ്ടും ഒന്നാണെങ്കിൽ ഇതിനെ കൊണ്ട് വീട്ടിൽ കെട്ടിട്ട് ഇവിടെ പിടിച്ച് കറ. IPL മത്സരം നടന്നതെന്ന് പറഞ്ഞില്ലേ? ഞാൻ RCBയുടെ ഒരു വലിയ ഫാനാണ്. അതൊക്കെ നമ്മൾ അറിഞ്ഞ്. പക്ഷെ ഇതിലെവിടെ കോമഡി? കോമഡി അല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞത്. ഞാൻ RCBക്ക് കപ്പെടുത്തു കൊടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പൊ മോഷണ കുറ്റത്തിന് കേസ് എടുക്കും. ആർക്കും കപ്പെടുത്തു കൊടുത്തിട്ടാണ് വന്നത്. പോടാ, ഇയാളോട് സംസാരിക്കാൻ പറ്റൂല. പിണങ്ങാറ്. IPL ഒക്കെ നമ്മൾ എല്ലാരും കാണലല്ലേ. പക്ഷെ ഈ IPL ക്രിക്കറ്റ് കളി എന്തുകൊണ്ട് കേരളത്തിൽ വെച്ച് നടത്തുന്നില്ല? കേരളത്തിൽ IPL നടത്താൻ പറ്റൂല. അതെന്ത്? കേരളത്തിൽ 10 മണി വരെ മൈക്ക് ഓർഡർ ഉള്ളൂ. അത് കഴിഞ്ഞാൽ SI വന്ന് ഫീസൂരും. ആലോചിച്ച് നോക്കണ, ഇരുട്ടത്ത് വിരാട് കോഹ്ലി ഇങ്ങനെ ഇതിന്റെ നടുക്ക് അമ്പയർ വിളക്കം വെച്ചോണ്ട് ഇങ്ങനെ. നമ്മൾ ഇത്രയും അടുത്ത സ്ഥിതിക്ക് നമുക്കൊരു 2 കീച്ചിയാലോ? മദ്യപാനം. മദ്യപാനം. കഴിഞ്ഞ 1 മാസമായിട്ട് ഞാൻ ലഹരിക്ക് എതിരാണ്. അതിനു മുമ്പാ ലഹരിക്ക് അടിമ. മനസ്സിലായില്ല. ഞാൻ ഡി-അഡിക്ഷൻ സെന്ററിലായിരുന്നു. പിന്നെ അവിടെ നിന്ന് ചാടി. കാര്യം? അവിടുത്തെ മെയിൻ ഡോക്ടർ ഇല്ലേ, പറഞ്ഞാ കേൾക്കൂല, മുടിഞ്ഞ മദ്യപാനം. അങ്ങനെയൊക്കെ അവിടെ നീ മദ്യം കിട്ടണത്? ഞാൻ അകത്തിരുന്ന് മാറ്റി. പോലീസ് പിടിക്കുമെന്നായപ്പോ ഞാൻ അവിടെ നിന്ന് ചാടി. പക്ഷേ ഈ ഡോക്ടർ ഇല്ലേ, വെള്ളം അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ പിടിച്ചങ്ങ് ഉപദേശിക്കും. ഇയാൾ ചില നല്ല കാര്യങ്ങൾ പറയും. മദ്യപിച്ചു കഴിഞ്ഞാൽ ലിവർ സിറോസിന്റെ ഫസ്റ്റ് സ്റ്റേജ് വരും. ഈ ഫസ്റ്റ് സ്റ്റേജും കഴിഞ്ഞ് ഞാൻ കുടിച്ചാലാ? സെക്കൻഡ് സ്റ്റേജ് വരും. ഈ സെക്കൻഡ് സ്റ്റേജും കഴിഞ്ഞ് ഞാൻ കുടിച്ചാലാ? പിന്നെ ക്രിട്ടിക്കൽ സ്റ്റേജ്. ഈ ക്രിട്ടിക്കൽ സ്റ്റേജ് ഞാൻ കഴിച്ചാലാ? പിന്നെ സ്റ്റേജ് ഇല്ല, പിന്നെ പന്തൽ. പിന്നെ
നിന്റെ 16 അടി യന്ത്രത്തിന്റെ പന്തൽ ഞാൻ ചത്തുപോകുമെന്ന്. അല്ല ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് അറിയാമോ? ഞാൻ കുടിക്കുന്നത് വേറെ വിഷമം കൊണ്ടാണ്. എന്റെ വീട്ടിലെ ഭാര്യ ഉണ്ടല്ലോ, ആൺകുട്ടി വേണോ എന്ന് പറഞ്ഞ് എന്റെ അടുത്ത് വഴക്ക്. എനിക്കാണെങ്കിൽ പെൺകുട്ടി വേണോന്ന് പറഞ്ഞ് ഭയങ്കര വഴക്ക്. കഴിഞ്ഞ 5 വർഷമായി ഞാനും അവളും കൂടി ഇതും പറഞ്ഞ് വഴക്കാണ്. ഞങ്ങൾക്ക് കുട്ടികളില്ല സാറേ, കുട്ടികളില്ല. വഴക്കം കൂടിക്കൊണ്ടിരിക്കും, കുട്ടികളുണ്ടാവും. 5 വർഷം കൊണ്ട് വഴക്കന്ന്. പിന്നെ ഈ മിന്നൽ പോയായിരുന്നോ? മിന്നൽ പോകുന്നതല്ലല്ലോ, മിന്നൽ അടിക്കുന്നതല്ലേ. അല്ല, അടിപൊളി. ആ മിന്നൽ പോയില്ലെങ്കിൽ അതിൽ കയറ്റി വിടായിരുന്നു എന്റെ ഈ മിന്നൽ കോമഡി. മിന്നൽ ബസ് പോയാന്ന്. എനിക്ക് ബസ്സിനോടൊന്നും വലിയ താല്പര്യമില്ല പണ്ടത്തെ പോലെ. പിന്നെ ഗതികേട് കൊണ്ട് ഇന്ന് ബസ്സിൽ കയറാൻ വന്നേ ഉള്ളൂ. കാരണം ഈ ബസ്സിലെ നിയമങ്ങളൊന്നും ശരിയല്ലെന്നേ. ബസ്സിനകത്ത് കയറുമ്പോൾ എഴുതി വെച്ചിരിക്കുന്നില്ലേ, കയ്യും തലയും പുറത്തിടരുതെന്ന്. അത് ശരിയാണ്, നമ്മളെ കയ്യും തലയും പുറത്തിടല്ലോ, നമ്മളാരും ഇടൂല. പക്ഷെ ആ ബസ് എടുത്തു കഴിഞ്ഞാൽ ആദ്യം കൈയെടുത്ത് വെളിയിടുന്ന ആരാ? അതിന്റെ ഡ്രൈവർ. ഈ ആട്ടോ ഇല്ലേ, ഈ ആട്ടം ഒരുമാതിരി സിനിമാറ്റിക് ഡാൻസ് കളിക്കുന്ന പോലെ അയാൾ മാത്രം അനുസരിക്കൂല. എന്താന്നറിയാമോ ഈ ബോർഡ് എവിടെ ഇരിക്കുന്നത്? ഈ ഡ്രൈവർ ഇരിക്കുന്ന ബാക്കിൽ മറ്റേ അതാണ് ഡ്രൈവർ കാണുന്നില്ല. ഡ്രൈവർ ഫ്രണ്ടിൽ കൂടെ കയറുന്നു, ഫ്രണ്ടിൽ നിന്ന് ഓട്ടിക്കുന്നു, ബ്രേക്ക് ഡാൻസ് കളിക്കുന്നു. ഇനി നമുക്ക് ആ ബോർഡിനെടുത്ത് ഫ്രണ്ടിൽ വെച്ചിട്ട് ഫ്രണ്ട് ഗ്ലാസ് അങ്ങ് മറയ്ക്കാം. എന്നിട്ട് ആ ബസ്സിൽ ഇരിക്കുന്ന എല്ലാവരും അങ്ങ് കൊല്ല. അതല്ലേ നിന്റെ പ്ലാന്? പോരാടിയിട്ട് ഇവിടെ യാത്രക്കാർക്കുള്ള നിയമമാണത്. അളിയൻ വിളിക്കുന്നു. സംഭവം എന്താണെന്നറിയാ, ഇന്ന് എന്റെ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ട്. പിന്നെ എന്റെ അപ്പൂപ്പ സെഞ്ചുറി അടിച്ച്. അപ്പൂപ്പന് ക്രിക്കറ്റ് കളിക്കാരനാണ്. അല്ല, 100 വയസ്സ് തികഞ്ഞ്. ഓഹോ, ക്യാക്ക് വാങ്ങിക്കാൻ വിളിക്കണേ. എനിക്ക് പറയലയാ. അയ്യോ അയ്യോ, ഓ ഞാൻ വരാം. അതെ, ഞാൻ നേരത്തെ പറഞ്ഞില്ല സെഞ്ചുറി അടിച്ച അപ്പൂപ്പായി അടുത്ത ബോളിൽ വിക്കറ്റ് ആയിരുന്നു. അയ്യോ, അളിയനെ കപ്പും കൊണ്ടിരിക്കുകയാണ്. വിക്കറ്റ് ആയി കപ്പ് കിട്ടിയല്ലോ അളിയന്. അതല്ല, അപ്പൂപ്പൻ വിക്കറ്റ് ആയെന്ന് പറഞ്ഞ അപ്പൂപ്പൻ മരിച്ച്. അപ്പൊ ഈ കപ്പ് മറ്റേ അപ്പൂപ്പനെ കുളിപ്പിക്കാൻ വേണ്ടി വെള്ളം കോരാൻ വേണ്ടിയുള്ള കപ്പ് അതും പറ്റോണ്ട് നിൽക്കുകയാണ്. അതല്ല വിഷയം. അവിടെ ഇപ്പൊ എന്റെ അനിയത്തിയും അളിയന്റെ അനിയത്തിയും കുഞ്ഞമ്മയും കൂടെ 3 പെണ്ണുങ്ങളും കൂടെ എന്തിനു ചെയ്യണോന്ന് അറിയാതെ നിൽക്കണം. എന്തിനു ചെയ്യണോന്ന് അറിയാതെ അപ്പൂപ്പൻ വിക്കറ്റായി, അളിയന് കപ്പ് കിട്ടി, 3 പെണ്ണുങ്ങൾ വെറുതെ നിൽക്കുകയാണ്. ആ 3 പെണ്ണുങ്ങളെടുത്ത് നീ പറയണം എന്തിനുകൊണ്ട് ഈ സാധനം കയ്യിലെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ നിന്നിട്ട് തിരിഞ്ഞു വരണം. അപ്പോഴേ ഈ സാല കപ്പ് നമുതു വീട്ടിൽ പോടാ. ഓക്കെ. നല്ലത്. നമ്മൾ ഒരുപാട് ചിരിച്ചു. ഒബ്വിയസ് ആണല്ലോ, ഇവര് വരുമ്പോ നമ്മളെല്ലാരും നന്നായിട്ട് ചിരിക്കും. നോബ് ചേട്ടാ കുലുങ്ങി 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 അവിടുന്ന് ചിരിക്കണ്ടായിരുന്നു. ഒരുപാട് ചിരിക്കാനുള്ള സംഭവം ഉണ്ടായിരുന്നു. പിന്നെ രഞ്ജിത്തും കൂടെ വന്നു കഴിഞ്ഞാൽ നല്ല എനർജിയാണ് അവര് കളിച്ച് കയറ്റുമെന്ന് അറിയാം. ഗംഭീരമായിരുന്നു, നല്ല രസമായിരുന്നു. കാര്യം ഇപ്പോഴത്തെ IPL സംഭവം കൂടെ ആയതുകൊണ്ട് നല്ലൊരു ഗംഭീരമായിട്ട് അത് കൊളാബ് ചെയ്തിട്ട് അവരതിനെ ഭംഗിയായിട്ട് ചെയ്തു. സൂപ്പർ ഹിറ്റായിരുന്നു. ഒരുപാട് ചിരിച്ചു, കുറെ പുതിയ സാധനം ഉണ്ടായിരുന്നു. സൂപ്പർ. ഈ ഇടക്കാലത്തായിട്ടേ രഞ്ജിത്ത് മാമൻ വേഷപ്രച്ഛന്നത കൊണ്ടുവന്നു തുടങ്ങി. ഇല്ലെങ്കിലേ അല്ലല്ല, മറ്റത് മുടി ഒന്ന് ചരിച്ചു കോതുക, ചെറിയൊരു മീശ വെച്ച് മാറൂല, മുഖം മാറ്റാറേയില്ല. ഇതിപ്പോ വിഗ് വെക്കുന്നു, മോഹൻലാലായിട്ട് വരുന്നു, ഭയങ്കര വേഷപ്രച്ഛന്നത. വേണ്ടേ അല്ലേ? അതെ. ഇവരോട് ചോദിച്ചു നോക്കട്ടെ, എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു കണ്ടന്റുള്ള വകുപ്പുണ്ടോ? ഇതിന്ന് കിട്ടിയോ? ചേട്ടാ, 2 പേര് നല്ല കലക്കനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ചിരിക്കാനുള്ള ഒരുപാട് വകുപ്പുണ്ടായിരുന്നു. ഈ സനലിനൊക്കെ ഞാൻ റീൽസ് ഒക്കെ അയച്ചു കൊടുക്കാറുള്ള ഇൻബോക്സിൽ ഒന്നിനു പോലും ചിരിക്കാത്തവനാ, അവൻ വരെ ചിരിക്കുന്നുണ്ടായിരുന്നു. കിടിലം കൊള്ളാം. ചേച്ചി, ഇപ്പൊ കൺഫ്യൂഷൻ ആയാലും ഇവർക്ക് വേണ്ടി നമ്മളൊരു ബാറ്ററി ഇവിടെ സെറ്റ് ചെയ്യണം. സത്യം നന്നായി. സൂപ്പർ എനർജി ഫ്രം സ്റ്റാർട്ട് ടു എൻഡ്. സൂപ്പർ എനർജി ആയിരുന്നു. ഇന്നത്തെ നമ്മൾ പറയില്ല, ഇപ്പൊ ഈ RCB കപ്പ് ജയിച്ചതിന്റെ ആ ഒരു ഹോട്ട് സബ്ജക്ട് വരെ നിങ്ങൾ ഇവിടെ അവതരിപ്പിച്ചു. സൂപ്പർ എനർജി ആയിരുന്നു. പിന്നെ നിങ്ങൾ 2 പേരും നല്ല പെർഫോമേഴ്സ് അല്ലേ? എന്താ പറയാനുള്ളത്? ബാറ്ററി ഇങ്ങനെ ചാർജ് ചെയ്ത് ഇങ്ങനെ ചൂടായിരിക്കുക. എങ്കിൽ നമുക്ക് ചൂടോടെ അത് എത്ര ചാർജ് കയറി അതാണ് നോക്കാം. ഓക്കെ, എനിക്കും കൊടുക്കാൻ എന്താ ബാങ്ക് ഓഫ് ബോംബെ ആദ്യം എത്ര ചാർജ് കയറി എന്നുള്ളത് നോക്കാം. യെസ്, പൊളി 40,000 rupees ആണ് നേടിയിരിക്കുന്നത്. കിട്ടിലമാണ്. പക്ഷെ നമുക്ക് അടുത്ത തവണ വരുമ്പോഴേ 10 കൂടി 50,000 അടിക്കണം. അതിനുള്ള സ്കോപ്പിൽ ഞങ്ങൾ വെയിറ്റ് ചെയ്യും. ഓക്കെ, ബാങ്ക് ഓഫ് ബോംബെ ട്രാൻസ്ഫർ. യെസ്, ആൻഡ് ഇതാ യെസ്.